അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. 1 2 3 4 തരാം ബഹളം വെക്കല്ലേ. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് എമ്പുരാന്റെ ബുക്കിംഗ് ആരംഭിച്ചതേ സിനിമാ പ്രേമികൾക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് സംഭവിച്ചത് ചരിത്രം. ബുക്കിംഗ് തുടങ്ങിയ ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് തള്ളിക്കയറ്റമായിരുന്നു. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. സൂചി കുത്താനിടമില്ലാതെ തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു. ടിക്കറ്റുകളുടെ റെക്കോർഡ് വിൽപ്പനയാണ് ബുക്ക് മൈ ഷോയിലൂടെയും നടന്നത്. 1 മണിക്കൂറിൽ 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റു. ആദ്യ 24 മണിക്കൂറിൽ ഓൺലൈനായി വിറ്റതാകട്ടെ 60,40,484 ടിക്കറ്റുകൾ. ഇളകണ്ട പിന്നെ നിസാരക്കാരനൊന്നുമല്ലല്ലോ പറഞ്ഞത്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല ചിത്രങ്ങളുടെയും റെക്കോർഡ് എമ്പുരാൻ തിരുത്തിക്കുറിച്ചത് എങ്ങനെയാണ്? നമുക്ക് അലി അക്ബർ ഷായോട് ചോദിക്കാം. അലി, ഇതൊരു ചരിത്രമാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നൊക്കെ പരസ്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. എങ്ങനെയാണ് അലി എമ്പുരാൻ ഒരു ചരിത്രമായി ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നത്? അവനാര്, എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. റോഷ്നി പറഞ്ഞതുപോലെ മലയാള സിനിമ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയും തർക്കങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു സമയത്ത് പഴയ ഒരു ഉത്സവകാലം ഇതാ തിരിച്ചു വരാൻ പോകുന്നു. എന്നാലും അമ്മരെന്നെ ഓർക്കുന്നുണ്ട് ആശാനെ, അതുറപ്പാണ്. പഴയ ഉത്സവങ്ങൾ നമ്മൾ കണ്ടതിന്റെ 10 മടങ്ങ് ഊർജ്ജമുള്ള മറ്റൊരു ഉത്സവം തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് എമ്പുരാന്റെ ഓരോ അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കുറ്റം ചെയ്തിട്ട് വിനേട്ടന് ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, അവരത് ശരിക്കും ഉപയോഗിക്കും. അതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ആവേശവും കാഴ്ചകളും അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ കണ്ടതാണ്, ചില തിയേറ്ററുകളിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടി ആരാധകർ മറിഞ്ഞു വീഴുന്നു. ഈ 2 സീറ്റും തരത്തില്ല, അപ്പുറത്തോട്ട് പോയെ. എങ്ങോട്ട് പോകാൻ? ഇതെന്തോന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമി? ഒരു മിനിറ്റ്. ആളുകൾ പോകുമ്പോൾ വീണയാൾ എഴുന്നേറ്റ് വീണ്ടും ഓടുന്നു. അത്തരത്തിൽ എങ്ങടാ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരേ ഒരു കാരണമേ ഉള്ളൂ, എമ്പുരാൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്നുള്ള ഫാക്ടർ. എന്റെ പൊന്നാര ജോണിക്കുട്ടിയെ, ഓനെ ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, 1.5 നാട്ടുരാജാവ്.